ഹലോ, വെൽക്കം ടു അജി കിച്ചൻ. ഇന്ന് ഞാനൊരു മീൻ കറി ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് നല്ല കിളിമീൻ കിട്ടിയിട്ടുണ്ട്. വലിയ വലുതല്ല, കുഴപ്പമില്ല, നല്ല ഫ്രഷാണ്. അപ്പോൾ അത് 1 കിലോ ഉണ്ട്. കഴുകി വെട്ടി വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്ത് ഒരു 12 ഉണക്കമുളക്, പിഴിയൻ മുളകല്ല, സാധാരണ മുളക് ഇട്ടിട്ടുണ്ട്. അതിനകത്തൊരു 3 ടേബിൾ സ്പൂൺ മല്ലി. ഇതൊന്ന് വറുക്കേ. ഇതൊന്ന് വറുത്തെടുത്ത് ഇതൊന്ന് ആദ്യം ഒന്ന് പൊടിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കണം. ഇത് നമ്മളെ മുളകും മല്ലിയൊക്കെ മൂത്ത മണം വന്നു തുടങ്ങി. ഇനി ഞാൻ തീപ്പം കുറച്ചു. ഇനി ഇതിനകത്ത് എൻ്റെ കരിഞ്ഞോ മല്ലി, ഇതിനകത്ത് ഞാൻ വറുത്ത് വെച്ചേക്കുന്ന ഉലുവയാട്ടെ, അതിനകത്ത് ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്ത് ഒന്ന് ചൂടായിക്കോട്ടെ. ഇനി ഇത് ഇവിടെ നിന്ന് തണുക്കട്ടെ. ഗ്യാസ് ഓഫാക്കാം. വേറൊരു പാത്രത്തിലോട്ട് മാറ്റേ. ഈ ഉലുവയും മുളകും മല്ലിയൊക്കെ ഒന്ന് തണുക്കട്ടെ. അതിന് കഴിഞ്ഞ് ഈ പാത്രം തന്നെ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കേ. മതി. ഇതിനകത്ത് ഒരു കപ്പ് സാമ്പാർ ഉള്ളിയില്ലേ, കുഞ്ഞുള്ളി, അത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അരിയൊന്നും വേണ്ട, അതേപോലെ തന്നെ ഇട്ടേക്കും. ഒരു 10-30 ഉള്ളി വരും. കാര്യം 1 കിലോ മീനില്ലേ, അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് ഒരു 8-10 അല്ലി, ചെറിയ അല്ലിയെ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരണം. അജി കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. ഇതിലോട്ട് ഒരു തണ്ട് കറിവേപ്പില അതിട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് വഴന്ന് വരട്ടെ. നമ്മുടെ ഉള്ളിയൊക്കെ നല്ല വഴന്നേ. ഇതിലോട്ട് വലിയൊരു തക്കാളി അത് കൊടുത്ത് കൊടുക്കാം. തക്കാളി ഇത്രയും വഴന്നാൽ മതി. ഇനി ഇതിനകത്ത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തേ. മതിയേ. ഇത് നമുക്ക് തീ ഓഫാക്കാം. ഇനി ഇത് ഇവിടെ നിന്ന് തണുക്കട്ടെ. തക്കാളി ഉള്ളിയും തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഈ വറുത്ത് വെച്ചേക്കുന്ന ഉലുവയും മല്ലിയും മുളകും കൂടി ഇട്ട് ആദ്യം ഒന്ന് പൊടിക്കേ. ആ മുളകും മല്ലിയും പൊടിച്ചേ നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിനകത്ത് ഈ ഉള്ളിയും തക്കാളിയും വാട്ടിയതില്ലേ, കണ്ട തക്കാളിയൊക്കെ ഇരുന്ന് അങ്ങ് വെന്ത്
ഒന്ന് നമുക്ക് ഇതിനകത്തോട്ടിട്ട് അരച്ചെടുക്കാം. ഇനി ഇതൊന്ന് അരച്ചെടുത്തോണ്ട് വിട്ടെ. അടുപ്പ് കത്തിച്ചു, ചട്ടി വെച്ചു. ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. അതെ, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഉണ്ടേ. നമ്മൾ എണ്ണ ചൂടായി അതിനകത്തോട്ട് വലിയൊരു കഷ്ണം ഇഞ്ചിയെ അതിട്ട് കൊടുക്കാം. നീളത്തി അരിഞ്ഞോ കൊത്തി കൊത്തി അരിഞ്ഞോ എന്തായാലും. ഇനി അതിനകത്ത് 2 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ അരച്ചുകൊണ്ട് വന്ന അരപ്പില്ലേ, മല്ലിയും ഉള്ളിയും മുളകും എല്ലാം കൂടിയിട്ട് അരച്ച അരപ്പ് ഇങ്ങോട്ടിട്ട് കൊടുക്കാം. ഇതിനകത്ത് കുറച്ച് വെള്ളം മിക്സ് ചെയ്ത്, കാര്യം ഇനിയിപ്പോൾ ഇത് മൂത്തൊന്നും എടുക്കുകയൊന്നും വേണ്ട, കാര്യം വഴന്ന ഉള്ളിയല്ലേ. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ട് കേട്ടെ. നമ്മുടെ മിക്സിയുടെ ജാറ് കഴിയെ കുറച്ച് വെള്ളവും കൂടെ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളം പോരാ, കുറച്ചുകൂടെ ഒഴിക്കണം. അതിനു മുമ്പ് ഒരു 3-4 കുടംപുളി, ചെറിയ 3-4 2 കുടംപുളി കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്ത് തിളപ്പിച്ച ആ വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ബാക്കി വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. മതി. ഇനി ഇതിനകത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഈ മീനിന് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം, പിന്നെ വേണമെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം. എന്നാൽ ഇതൊന്ന് തിളയ്ക്കട്ടെ, തീ ഇട്ടിട്ട് കൊടുക്കാം. ഒന്ന് കവർ ചെയ്ത് കൊടുക്കട്ടെ. ഒന്ന് തിളയ്ക്കട്ടെ, തിളച്ചിട്ട് നമുക്ക് മീനിട്ട് കൊടുക്കാം. നമ്മുടെ കറി നോക്കേ, കറി നല്ല തിളച്ചിട്ടുണ്ടേ. ഇനി ഇതിനകത്ത് ഈ വൃത്തിയാക്കി വെച്ചേക്കുന്ന മീനില്ലേ, അതിട്ട് കൊടുക്കാം. ഓ ഷോ തെറിച്ചവിടൊക്കെ. ഞാൻ ഇട്ട് കൊടുത്താൽ പോരെ. ഇത് ഇങ്ങനെ ഇവിടെ കിടന്ന് ഇതൊന്ന് തിളച്ച് കിട്ടട്ടെ. ശോൻ്റെ അരപ്പൊക്കെ ഇവിടെ വീണ്. ഇത് നമുക്കൊന്ന് അടച്ചു കൊടുക്കേ. എന്നിട്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു 7-8 മിനിറ്റ് ചെറിയ തീയിൽ, അതിൽ കൂടുതൽ മീൻ വേവിക്കുകയിൽ മീൻ ഓവർ കുക്കായാൽ കഴിക്കാൻ ഒട്ടും കൊള്ളത്തില്ല, ഒരു ടേസ്റ്റും വരത്തില്ല. അതുകൊണ്ട് ഒരു 7-8 മിനിറ്റ് ചെറിയ തീയിലെ നല്ല തിളച്ച് കഴിഞ്ഞിട്ടേ ഒന്ന് വേവിച്ചെടുക്കാം. അന്നേരം ഉപ്പും പുളിയും ഒക്കെ ഇത് കിടക്കും. ചെറിയ തീയിലേ മീൻ വേവിക്കാവുള്ളൂ. വലിയ തീ വേവിച്ചാൽ മീൻ ചാറ് തിളച്ച് പറ്റുകയും ചെയ്യും, മീനിനകത്ത് ഉപ്പും പുളിയൊന്നും പിടിക്കത്തുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കിടക്കട്ടെ, തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തീ കുറച്ചിടാം. നോക്കേ, മതിലോട്ടൊക്കെ ഇട്ട വഴി തെറിച്ചുണ്ട് അരപ്പെല്ലാം. പിന്നെ തുറച്ചെടുക്കാം. നമ്മുടെ കറി നല്ല തിളച്ചണ്ട, ഇങ്ങനെ 1-2 തിള തിളച്ചിട്ട് അങ്ങ് തീ ഒന്ന് കുറച്ചിട്ട് വെക്കാം. ഈ ചട്ടി കിടന്ന് തന്നെ അതങ്ങ് വെന്തോളും. ഇനി ഇത് കുറച്ചിടുക, അടച്ചിടുമല്ല, അടയ്ക്കണ്ട, കുറയ്ക്കുക, തീരെ കുറച്ചിടുക. ഈ ചെറിയ തീയിൽ കിടന്ന് ഒരു 6-7 മിനിറ്റ് കിടന്ന് വേവട്ടെ. അപ്പോൾ 6-7 മിനിറ്റ് കഴിയട്ടെ. നമ്മുടെ കറി നോക്കേ. ഓ, നല്ലൊരു വാസന വരുന്നു.
കണ്ടില്ലേ, ആ ചെറിയ തീ തന്നെ കിടക്കുമായിരുന്നു. ഞാനൊന്ന് കറക്കട്ടെ. കാര്യം അടിയിലൊന്നും പിടിക്കില്ല, കാര്യം ഇത് ചെറിയ തീയിലല്ലേ. കറി നല്ല റെഡി ആയിക്കഴിഞ്ഞ് ഉപ്പൊന്ന് നോക്കട്ടെ. ആ അടിപൊളി ടേസ്റ്റാണ്, നല്ല കറിയാണ്. ഉപ്പും നമുക്ക് ഇവിടുത്തെ ഞങ്ങളുടെ ഭാഗത്തിനുള്ളതാണ് പറയുന്നത്, ഉപ്പും പുളിയൊക്കെ. ഇനി ഇതിനകത്ത് നമുക്ക് ഒരു 4 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടേ, അതിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു കൊടുക്കാം. ഗ്യാസ് കൂട്ടി ഗ്യാസ് അണച്ച് ഇനി ഇതൊരു 3-4 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. 3-4 മിനിറ്റ് വേണ്ട, 2 മിനിറ്റ് കിടക്കട്ടെ. എടുക്കട്ടെ. 2 മിനിറ്റ് കഴിഞ്ഞ്. നല്ല ചൂടുണ്ടത് ഉണ്ടോ, എപ്പോഴും തിളക്കുക, ചട്ടിയുടെ ചൂടാണത്. ഇനി ഇത് സെർവിങ് ബൗളിലോട്ട് മാറ്റട്ടെ. കിളിമീനാണ്, ഒരു ശകലം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തവിയൊന്ന് തട്ടിക്കഴിഞ്ഞാൽ പൊടിയുന്ന ഒരു മീനാണിത്. നല്ല രുചി ചെയ്ത് കഴിക്കാൻ, ചോറിനകത്തൊക്കെ ഒഴിച്ച് കഴിക്കുക എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ. ഇങ്ങനെയൊക്കെയുള്ള കറികളുണ്ടെങ്കിൽ പിന്നെ ചോറിന് വേറെ കറി എന്താ. അപ്പം അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. കണ്ടില്ലേ, നല്ല കുറുകുറുത്ത ചാറ്. ഇത് ചോറിലൊക്കെ ഒഴിച്ചൊന്ന് കഴിച്ച് നോക്കിയേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട്